ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, ദൈവസ്നേഹത്തിൻ്റെ അഗാധങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്ന്. സർവശക്തനായ ദൈവത്തിന് മക്കളായ നമ്മളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അനന്തരഫലമാണ് ഇന്ന് നമുക്കായി ബലിവേദിയിൽ തിരുവോസ്തിയും തിരുരക്തവുമായി അണയുന്ന ദിവ്യകാരുണ്യ ഈശോ. ഈ സ്നേഹത്തെ അനുദിനം അനുഭവിക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നത് നീർച്ചാലിനരികിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ പടർന്ന് പന്തലിക്കുന്നത് പോലെ വ്യക്തമാണ്. ദിവ്യകാരുണ്യനാഥൻ തേടി കണ്ടുപിടിച്ച് സ്വന്തമാക്കിയ ഒരു ജീവിതത്തിനുടമയാണ് ഇദ്ദേഹം. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ജീവിക്കുന്ന ഇദ്ദേഹം താൻ അനുഭവിച്ച ദൈവസ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ്. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ശശി ഇമ്മാനുവേൽ. ഞാൻ തൃശ്ശൂരിൽ ഒളരിക്കര ഇടവകാംഗമാണ്. ഒരു നിർമ്മലമാത സെൻട്രൽ സ്കൂൾ എന്ന CBSE സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദിവ്യകാരുണ്യ ഈശോ എനിക്ക് ആരാണ് എന്നത് ഞാൻ തിരിച്ചറിയുന്നത് ഏകദേശം 27 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനൊരു അക്രൈസ്തവ കുടുംബാംഗമായിരുന്നു. യേശുവുമായോ വിശുദ്ധ കുർബാനയുമായോ യാതൊരു വിധത്തിലും ഒരു ബന്ധവും എനിക്കില്ലായിരുന്നു. എന്നിട്ടും ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹം തിരിച്ചറിയാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. 1992 ജൂൺ മാസത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ അരങ്ങേറാനിടയായി. അതിലേറ്റവും പ്രധാനമായത് എൻ്റെ അച്ഛന് വൈദ്യശാസ്ത്രം ക്യാൻസറാണ് എന്ന് ഡയഗ്നോസ് ചെയ്തൊരു സംഭവമാണ്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടോ ഒരു അച്ഛനോട് കൂടുതൽ അറ്റാച്ച് ചെയ്ത ഒരു മകനായിരുന്നു. സാധാരണ രീതിയിൽ ആൺകുട്ടികൾ അമ്മയോടാണ് കൂടുതൽ അറ്റാച്ച്ഡ് ആവുക എന്ന് പറയുമെങ്കിലും എങ്ങനെയൊക്കെയോ ബാല്യം മുതലേ എനിക്ക് അച്ഛനോടായിരുന്നു കൂടുതൽ അടുപ്പം. അങ്ങനെ വളരെ യാദൃച്ഛികമായി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അസുഖമെന്ന് കരുതി ഞങ്ങൾ ചികിത്സയ്ക്കായി ചെന്ന ആശുപത്രി അത് ഡയഗ്നോസ് ചെയ്ത് അത് ക്യാൻസറാണ് എന്ന് കണ്ടെത്തിയപ്പോൾ
92-ൽ ക്യാൻസർ ഒരു വൈഡ് സ്പ്രെഡ് ഡിസീസല്ല. ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ക്യാൻസർ രോഗിയെ പോലും അടുത്ത് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അടുത്ത് കാണുകയും അടുത്ത് പെരുമാറുകയും ചെയ്യുന്ന ക്യാൻസർ രോഗി എൻ്റെ അച്ഛനായിരുന്നു. ഇതൊരു വലിയ താങ്ങാനാവാത്ത യാഥാർത്ഥ്യമായിരുന്നു. ആ രോഗം തന്ന വലിയ സങ്കടങ്ങളും വേദനകളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ദൈവത്തിൻ്റെ പരിപാലനയാൽ എങ്ങനെയോ ഒരു കത്തോലിക്ക ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ പിതാവിനെ ഡോക്ടേഴ്സ് റെഫർ ചെയ്തു. ആ ആശുപത്രിയിൽ മരുന്നിൻ്റെയും മരണത്തിൻ്റെയും മണമുള്ള ഇടനാഴികളിൽ അച്ഛന് കൂട്ടായി ഒരു ജനറൽ വാർഡിൽ ചെലവഴിച്ച ആ കൊടും മഴക്കാലത്ത് വളരെ യാദൃച്ഛികമായി ഒരു ശനിയാഴ്ച ദിവസം മധ്യാഹ്നത്തിൽ ആ ആശുപത്രിയുടെ വരാന്തയിലൂടെ ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറെ കാണേണ്ട ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ പോയതാണ്. അച്ഛൻ്റെ മുറിയുടെ വെളിയിൽ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ പിന്നെ ആ വരാന്തയുടെ അങ്ങേയറ്റത്തുള്ള ഒരു കുഞ്ഞ് ബോർഡിലേക്ക് എൻ്റെ കണ്ണുടക്കി. അത് ദേവാലയമെന്നായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, റോമാലേഖനം 10:20, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ആ വചനത്തിൻ്റെ പൂർത്തീകരണം എന്ന പോലെ ആ മധ്യാഹ്നത്തിൽ എങ്ങനെയോ ദൈവത്തിൻ്റെ വലിയ സ്നേഹം ആ ആശുപത്രിയുടെ ഒരു കൊച്ചു ദേവാലയത്തിലേക്ക് എന്നെ നയിച്ചു. ഒരു വലിയ ഒരു തുടക്കം ആ മധ്യാഹ്നത്തിൽ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തുടക്കമാണത് എന്ന് എനിക്ക് തിരിച്ചറിയില്ലായിരുന്നു. ഡയറക്ടർ അച്ഛനെ കാണാനുള്ള ആ ഒരു കാത്തുനിൽപ്പിനിടയിൽ ആ ദേവാലയം എന്ന ബോർഡ് കണ്ണിൽപ്പെട്ടു. അങ്ങനെ ഞാൻ ആ പള്ളിയിലേക്ക് കയറി ചെന്നു. ഞാൻ ഓർക്കുന്നു, ഞാനൊരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചപ്പോൾ പോലും ഒരിക്കൽ പോലും ഒരു ദേവാലയത്തിൽ പോയിട്ടില്ല. എനിക്ക് 10 മാർക്കോ കൂടുതൽ കിട്ടാൻ വേണ്ടി കന്യകാമറിയത്തിനോ വിശുദ്ധ ഔസേപ്പിതാവിനോ ഒരു തിരി കത്തിച്ച് വെക്കണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. ക്രൈസ്തവമായ യാതൊന്നിനും ഇടമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഞാൻ എങ്ങനെയോ ആ ദുരിതം നിറഞ്ഞ ക്യാൻസറും മനുഷ്യൻ്റെ നിസ്സഹായതയും വേദനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ആതുരാലയത്തിലെ കൊച്ചു ദേവാലയത്തിൽ എനിക്ക് മുമ്പിൽ എനിക്ക് ചുറ്റുമുള്ള 1-2 പേരൊക്കെ മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ട് അവരെപ്പോലെ ആദ്യമായി ഞാൻ മുട്ടുകുത്തി. കുറച്ച് സമയം ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി അവിടെ ചെലവഴിച്ച് മടങ്ങിപ്പോരാൻ ഒരുങ്ങുമ്പോൾ ആ ദേവാലയത്തിലെ മേശപ്പുറത്ത് കറുത്ത് തടിച്ച ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയാകർഷിച്ചു. മറ്റാരോ വായിച്ച് അവിടെ വെച്ചുപോയൊരു പുസ്തകം. പിന്നീട് ആ പുസ്തകം ഒന്ന് മറിച്ചു നോക്കാനുള്ള ഒരു കൗതുകം. അങ്ങനെ ആ പുസ്തകത്തിൽ അത് വിശുദ്ധ ഗ്രന്ഥമാണെന്നോ അതിനകത്ത് ദൈവവചനമാണെന്നോ എന്നുള്ള തിരിച്ചറിവൊന്നും അന്നില്ല. ആ പുസ്തകം എന്തുകൊണ്ടോ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചപ്പോൾ പിന്നീട് കിട്ടുന്ന ഇടവേളകളിൽ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം എന്തോ ഒരു പ്രേരണയാൽ എന്നതുപോലെ ആ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലാനും ആ വേദപുസ്തകം വായിക്കാനും ഞാൻ ആരംഭിച്ചു. അങ്ങനെ വളരെ യാദൃച്ഛികമായി ഒരു സന്ധ്യാസമയം വാർഡിൽ ഒരല്പം ഫ്രീ ടൈം കിട്ടിയപ്പോൾ രോഗിയായ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്കിടയിൽ നിന്ന് ഈ ദേവാലയം തേടി ഞാൻ ചെന്നു. അപ്പോഴാണ് ഞാനൊരു കാഴ്ച കാണുന്ന. ആ പള്ളിക്കകത്ത് കുറച്ച് മനുഷ്യരുണ്ട്. ഒരു പുരോഹിതൻ നിന്ന് പ്രാർത്ഥനകൾ ചൊല്ലുന്നു. ഒരു ക്യാൻസർ ഹോസ്പിറ്റലാണ്. ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഹൃദയത്തിൽ അടക്കിപ്പിടിച്ച് ഒരുപാട് മനുഷ്യർ ജീവിതത്തെ നേരിടുന്ന ഒരിടം. അവിടെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ചിലപ്പോൾ വാർഡുകളിലൊക്കെ നടക്കുന്ന പ്രാർത്ഥന. അതുപോലൊരു പ്രാർത്ഥനാ ശുശ്രൂഷയായിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ നടക്കുന്ന പ്രാർത്ഥനയെയും വീക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് പുറകിൽ ഞാനും നിന്നു. ഏതൊക്കെയോ പ്രാർത്ഥനകൾ പുരോഹിതൻ ചൊല്ലുന്നു. അവിടെ ദേവാലയത്തിലുള്ള മനുഷ്യർ അതിനെന്തൊക്കെയോ മറുപടി പറയുന്നു. എല്ലാം വളരെ അപരിചിതമായി തോന്നി. ഈ പ്രാർത്ഥനകൾക്കിടയിൽ എപ്പോഴോ ആ പുരോഹിതൻ ആ മേശപ്പുറത്ത് നിന്ന് ഒരപ്പം എടുത്തുയർത്തിയിട്ട്, ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവർക്ക് മരണമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.
സ്നേഹമുള്ളവരെ, ആ ഒരു നിമിഷം എൻ്റെ ഉള്ളിൽ അറിയാതെ എനിക്കൊരാഗ്രഹമുണ്ടായി, ആ അപ്പം എനിക്കും സ്വീകരിക്കണം. എന്നിട്ട് ആശുപത്രി കിടക്കയിൽ ക്യാൻസറിനോട് മല്ലടിക്കുന്ന എൻ്റെ അച്ഛന് അത് നൽകണം. നേരിൽ പോയി ആ അപ്പം സ്വീകരിക്കാനുള്ള ഒരു ആത്മധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കരുതി പിന്നീട് വാർഡിൽ എല്ലാ ദിവസവും രാവിലെ വൈദികരിങ്ങനെ അപ്പം വിതരണം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ആഴമായ അറിവൊന്നുമില്ലെങ്കിലും അത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. അങ്ങനെ ആ വാർഡിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹവുമായിട്ട് ആ വാർഡിൻ്റെ ഇൻചാർജായ ഒരു സന്യാസിനിയെ സമീപിച്ചു. പിന്നെയാണ് മനസ്സിലായത് ദിവ്യകാരുണ്യം സ്വീകരിക്കണമെങ്കിൽ മാമോദിസ സ്വീകരിക്കണമെന്നും കുമ്പസാരിക്കണമെന്നൊക്കെയുള്ള കൗദാശികമായിട്ടുള്ള ചില നിഷ്കർഷകളുണ്ട് എന്നുള്ളത് അന്നറിയില്ലായിരുന്നു. പക്ഷേ ദിവ്യകാരുണ്യം അച്ഛന് നൽകണം എന്ന ആ ഒരു അപേക്ഷയുമായി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹവുമായിട്ട് അവരെ സമീപിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ ദേവാലയത്തിൽ എല്ലാ ദിവസവും 2 നേരം ഈ ശുശ്രൂഷ സംഭവിക്കുന്നുണ്ട്. അതൊരു ബലിയാണെന്നോ അതൊരു കൂദാശയാണെന്നോ എന്നുള്ള വലിയ തിരിച്ചറിവൊന്നുമില്ലാതെ ഓരോ പ്രഭാതത്തിലും രാവിലെ 6 മണിക്കും ഓരോ സായാഹ്നത്തിലും വൈകിട്ട് 6 മണിക്കുമുള്ള വിശുദ്ധ കുർബാനയിൽ ഞാനൊരു കാഴ്ചക്കാരനായി പങ്കാളിയാകാൻ തുടങ്ങി. അതായിരുന്നു ദിവ്യകാരുണ്യവുമായിട്ടുള്ള ഒരു വലിയ സ്നേഹബന്ധത്തിൻ്റെ തുടക്കം. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ആ ക്യാൻസർ ആശുപത്രിയുടെ അവിടെ നിന്ന് ലഭിച്ച ഓരോ അനുഭവങ്ങളും തന്ന തിരിച്ചറിവിൽ രോഗസൗഖ്യവും ശാന്തിയൊക്കെ തേടി ഒരു ധ്യാനകേന്ദ്രത്തിലേക്ക് പോകാൻ ആ ആശുപത്രിക്കാലം ഞങ്ങളുടെ ജീവിതത്തിലിടയാക്കി. അങ്ങനെ ആദ്യമായിട്ട് മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ 92 ഓഗസ്റ്റ് മാസം ഒരാഴ്ച നീളുന്ന വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആ ആശുപത്രിക്കാലത്തെ ഒരുപാട് അനുഭവങ്ങൾ നിമിത്തമായി. സ്നേഹമുള്ളവരെ, ഒരു ധ്യാനകേന്ദ്രത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആ ഒരു 27 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഓഗസ്റ്റ് മാസത്തിലാണ്. അവിടെ നടന്ന ആ ഒരു ദൈവവചന ശുശ്രൂഷയിൽ വളരെ പ്രത്യേകമായിട്ട് ഓരോ ദിവസവും ദൈവവചനം ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളഞ്ഞു കയറുന്ന കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ സ്വന്തം കുറവുകളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചുമൊക്കെ വലിയൊരു അനുതാപം ഉള്ളിൽ രൂപപ്പെട്ടു. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയുടെയും ദിവ്യകാരുണ്യ ആരാധനയുടെയും നിമിഷങ്ങളിൽ അറിയാതെ എൻ്റെ കണ്ണ്, എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി, അനുതാപം കൊണ്ടും സന്തോഷം കൊണ്ടുമൊക്കെ. ആ ധ്യാനം തന്ന വലിയ ഒരു ബോധ്യം, ഇന്നും ജീവിക്കുന്ന ഈശോ ദിവ്യകാരുണ്യത്തിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള ആ ഒരു വലിയ ദൈവാനുഭവത്തെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റി. ഞാൻ ഓർക്കുന്നു, ആ ധ്യാന ദിവസങ്ങളിൽ നടക്കുന്ന പല ആരാധനയുടെ സമയങ്ങളിലും വലിയ ദൈവസ്തുതിപ്പുകൾക്കിടയിലൊക്കെ വെളുത്ത തിരുവോസ്തിയിൽ നിന്ന് ആരോ അരികിലേക്കൊക്കെ വരുന്നത് പോലുള്ള ചില ഒരു ആത്മീയമായ തോന്നലുകൾ, പ്രചോദനങ്ങൾ ധാരാളമായിട്ട് ലഭിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ആദ്യത്തെ ധ്യാനത്തിന് ശേഷമുള്ള സമയങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന ഒരു ആഗ്രഹം എങ്ങനെയോ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു. ആ നാളുകളിൽ ഒരു സാധാരണ ഒരു ഇടദിവസത്തെ വിശുദ്ധ കുർബാന നഷ്ടപ്പെടുത്താതിരിക്കാൻ 8 കിലോമീറ്റർ ദൂരമൊക്കെ സൈക്കിൾ ചവിട്ടിയൊക്കെ ബലിയർപ്പിക്കാൻ പോയ ഒരു കാലമുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കാനൊന്നും പറ്റില്ല, അതൊരു ഞായറാഴ്ചയല്ല. എന്നിട്ട് പോലും ഒരു ഇടദിവസം ദിവ്യകാരുണ്യം, ദിവ്യബലി മുടക്കിക്കൂടാ എന്നുള്ള ഒരു വലിയ ആത്മബന്ധം ദിവ്യകാരുണ്യനാഥനുമായിട്ട് ഉള്ളിൽ രൂപപ്പെട്ടു. ദിവ്യകാരുണ്യനാഥനെ കണ്ടുമുട്ടി 8 വർഷങ്ങൾക്ക് ശേഷം 2000 ജൂലൈ 3-ാം തീയതി വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നുവന്ന് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. തുടർന്ന് താൻ അനുഭവിച്ച ദിവ്യകാരുണ്യ സ്നേഹത്തിൽ നിരന്തരം ജീവിക്കുവാനും ഇദ്ദേഹം പരിശ്രമിച്ചു. 8 വർഷത്തെ ആ ഒരു വിശ്വാസാനുഭവത്തിൽ നിന്ന്
ദിവ്യകാരുണ്യ ഈശോയെ അകലെ നിന്ന് കാണുകയും അനേക ബലികളിൽ ദിവ്യകാരുണ്യമായി അരൂപിയിൽ എൻ്റെ ഉള്ളിൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത ഈശോയെ അന്ന് ആ ദേവാലയത്തിലെ അൾത്താരയിൽ തിരുരക്തവും തിരുശരീരവും സ്വീകരിച്ച നിമിഷങ്ങളിൽ ആ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ചത് ജീവിതത്തിലെ ഏറ്റവും മനോഹരവും മഹത്തരവുമായ നിമിഷമായി ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. എവിടെയോ വായിച്ചു, ഹോളി മാസ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ ഡേ ബട്ട് ദ ഹാർട്ട് ഓഫ് ദ ഡേ. വിശുദ്ധ കുർബാന ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയല്ല, അതൊരു ദിവസത്തിൻ്റെ ഹൃദയം തന്നെയാണ്. അത്തരമൊരു വലിയ തിരിച്ചറിവും ബോധ്യവും ആധ്യാത്മിക ജീവിതയാത്രയിൽ എന്നും ഒരു വലിയ ബലമായിരുന്നു. പിന്നീട് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഒരു ദിവസത്തെ ക്രമപ്പെടുത്തുമ്പോൾ അനുദിന വിശുദ്ധ കുർബാന സ്വീകരണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ഒരു ബോധപൂർവമായൊരു പരിശ്രമം നടത്തുമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബം മുഴുവനും മറ്റൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് വിദേശ രാജ്യമായ കാനഡയിൽ ജീവിച്ചിരുന്ന ഒരു സമയം, കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയുമൊക്കെയുള്ള ആ ഒരു രാജ്യത്ത് പുതിയതായി മൈഗ്രേറ്റ് ചെയ്ത ഒരു കുടുംബത്തിന് പല പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കിടയിൽ ഓരോ ദിവസവും വിശുദ്ധ കുർബാന നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുട്ടോളം മഞ്ഞ് വീണ് കിടക്കുന്ന ഫുട്പാത്തിലൂടെയൊക്കെ നടന്ന് പോയി, അതും കൊടും തണുപ്പുള്ള സമയങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഒത്തിരി നല്ല സഹോദരങ്ങൾ റൈഡ് തരും, അവരുടെ വാഹനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ കഴിയും. ചിലപ്പോൾ അതൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും ഒരു ദിവസത്തെ വിശുദ്ധ കുർബാന നഷ്ടപ്പെടുത്താതിരിക്കാൻ ഒരുപാട് തടസ്സങ്ങളും സാഹചര്യങ്ങളും രൂപപ്പെടുമ്പോഴും ബോധപൂർവമായിട്ട് ആ ഒരു കനത്ത മഞ്ഞുവീഴ്ചകൾക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനിടയിലും ശ്രമിച്ചിരുന്നു. അതിലേക്കൊക്കെ വലിയ പ്രചോദനം തന്നിട്ടുള്ളത് 8 കിലോമീറ്റർ ദൂരം വിശുദ്ധ കുർബാന സ്വീകരിക്കാനാവാത്ത സമയത്ത് ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ സഞ്ചരിച്ച ആ ഒരു സമയത്തെ ഓർമ്മകളൊക്കെയാണ്. അങ്ങനെ വിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ ഹോളി മാസ് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ ഡേ ബട്ട് ദ ഹാർട്ട് ഓഫ് ദ ഡേ എന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിലും വലിയ ക്രമീകരണം നടത്തുന്നത് അനുഭവിച്ചറിയാൻ സാധിച്ച ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. ജീവിതത്തിൽ അതിനിർണായകമായ ചില തീരുമാനങ്ങൾ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ഈശോയെ നോക്കിയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പലപ്പോഴും അതിന് പിന്നിലുള്ള ആ ഒരു തീരുമാനത്തിൽ നമുക്ക് പറ്റുന്ന ഏത് മണ്ടത്തരത്തെയും പലപ്പോഴും ഈശോ അനുഗ്രഹമാക്കിയും കൃപയാക്കിയും മാറ്റുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കാണാറുണ്ട്. ദിവ്യകാരുണ്യനാഥനെ സ്വന്തം പിതാവായി കാണുവാനും സ്നേഹിക്കുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ദിവ്യകാരുണ്യ ഈശോ ജീവിതത്തിൽ അനുഭവമായി മാറുന്ന നിരവധി ആത്മീയ അവസ്ഥകളിലൂടെ ഇദ്ദേഹം കടന്നുപോയി. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എപ്പോഴും പങ്കുവെക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്ന ഒന്ന്, ഇതൊരു രഹസ്യമാണ്. ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹത്തിൽ ഇത്തിരിയൊക്കെ മുന്നോട്ട് പോയപ്പോൾ ഒരിക്കൽ ഈശോ തന്ന ഒരു ബോധ്യം, ദിവ്യകാരുണ്യം അപ്പം മാത്രമല്ല, അപ്പനും കൂടെയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ എനിക്ക് 17-ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു. 25-ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു. പിന്നെ ബന്ധങ്ങളും മിത്രങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അവരാരും ഒരിക്കലും മാതാപിതാക്കൾക്ക് തുല്യമായിട്ട് മാറില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഇതിനോട് ചേർത്ത് പറയാം. ഞാൻ ജോലി ചെയ്യുന്ന വിദ്യാലയത്തിൽ തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഒരു പ്രഭാതത്തിൽ വിദ്യാലയത്തിലെത്തിയ എൻ്റെ മൂത്ത മകൻ സ്റ്റാഫ് റൂമിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അവനന്ന് നഖം വെട്ടാൻ മറന്നുപോയി. അതുകൊണ്ട് സ്റ്റാഫ് റൂമിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു നെയിൽ കട്ടർ ഉണ്ടാവുമോ? കാരണം നഖം വെട്ടിയിട്ടില്ലെങ്കിൽ അന്ന് ഉള്ള PT പീരീഡ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് അവന് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. ചില അച്ചടക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്
അവർ അതൊക്കെ നോക്കും. നഖം വെട്ടി വന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ കൊടുക്കുന്ന ചെറിയ പണിഷ്മെൻറ്റ് അത് അവോയ്ഡ് ചെയ്യാനാണ്. ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നഖം വെട്ടാൻ മറന്ന അവൻ ഓടി വന്നിട്ട് ചോദിച്ചു, ഒരു നെയിൽ കട്ടർ കിട്ടുമോ? ഞാനും അവനും കൂടെ ഞാനിരിക്കുന്ന സ്റ്റാഫ് റൂമിലെ മെയിൽ സ്റ്റാഫിൻ്റെ മേശകളിലൊക്കെ തിരഞ്ഞിട്ടും ഒരു നെയിൽ കട്ടർ കിട്ടിയില്ല. വലിയ ഇച്ഛാഭംഗത്തോടെ തിരിച്ച് അന്നത്തെ PT കളിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിചാരത്തോടെ എൻ്റെ മകൻ തിരിച്ചു പോകുന്ന കണ്ടപ്പോൾ ഞാൻ അവനെ വേഗം എൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഫസ്റ്റ് ബെല്ലടിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങൾ ആ സ്റ്റാഫ് റൂമിൻ്റെ ഒഴിഞ്ഞ കോണിൽ നിന്ന് ഞാൻ അവൻ്റെ കയ്യിലെ നഖം പതുക്കെ കടിച്ച് നീക്കിക്കളയാൻ തുടങ്ങി. അതത്ര നല്ല മാതൃകയായിട്ടല്ല, എങ്കിലും ഞാൻ പതിയെ, അവൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ, അവൻ 1 വയസ്സിന് താഴെയുള്ള സമയത്തൊക്കെ കുഞ്ഞിൻ്റെ നഖം അമ്മമാർ കടിച്ച് പതുക്കെ നീക്കിക്കളയുന്നത് പോലെ അവൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കുമായിരുന്നു. അതേ ഒരു വിചാരത്തോടെ തന്നെ 10 വയസ്സുകാരൻ്റെ, ഏകദേശം 10 വയസ്സുള്ള അവൻ്റെ കയ്യിലെ നഖങ്ങൾ ഓരോന്നായിട്ട് പതുക്കെ ഞാൻ കടിച്ച് ചെറുതായി നീക്കിക്കൊടുത്തു. പിന്നീട് കുഞ്ഞ് തിരിച്ചു പോയതിന് ശേഷം ഞാൻ സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ, തനിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നി, ഈ വിദ്യാലയത്തിൽ 2500 കുട്ടികളുണ്ട്. അവരിൽ മറ്റൊരാൾക്ക് വേണ്ടി ഞാനത് ചെയ്തു കൊടുക്കില്ല. പക്ഷേ എൻ്റെ മകൻ അവൻ്റെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി, അവൻ അന്ന് കളിക്കാനുള്ളൊരു ചാൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഹൈജീനിക് അല്ലെന്നറിഞ്ഞിട്ടും ഞാൻ അവൻ്റെ നഖം കടിച്ച് കൊടുക്കാൻ തയ്യാറായതിൻ്റെ കാരണം ഞാനൊരപ്പനായതുകൊണ്ടും അവനൊരു മകനായതുകൊണ്ടുമാണ്. ഞാൻ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് വരാന്തയിലൂടെ പോകുന്ന മറ്റൊരു ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, എന്തോ ഇങ്ങനെ കമൻ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനിത് മനസ്സിലാവില്ല, ഇത് അച്ഛനും മകനും തമ്മിലുള്ളൊരു ഡീലിംഗ് ആണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ നാവിലലിയുന്ന ദിവ്യകാരുണ്യ ഈശോ അപ്പം മാത്രമല്ല, അപ്പനാണ്. കടുത്ത പ്രതിസന്ധികളിലൂടെ സഭയും പൗരോഹിത്യവും ഒക്കെ വെല്ലുവിളിക്കപ്പെട്ട ഒരു കാലഘട്ടം, നമ്മൾ ഇപ്പോൾ കടന്നുപോയതുമായ ഒരു സമയം. ഒരു സന്ധ്യാസമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഒരു സന്യാസാശ്രമത്തിലെ ദേവാലയത്തിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ എവിടെയോ ഉള്ളിലൊരു ആത്മപ്രേരണ, ഈശോ ചോദിക്കുന്നു, എന്നെങ്കിലും ദിവ്യകാരുണ്യം സ്വീകരിച്ച് മുട്ടുകുത്തി നിൽക്കുമ്പോൾ, ജീവിതത്തിൽ ഇന്ന് വരെ ദിവ്യകാരുണ്യം സ്വീകരിക്കാനാവാത്ത ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അവർക്കൊരിക്കലും അറിയില്ല നാവിലലിയുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ ആഴം. അത്തരം ദിവ്യകാരുണ്യം സ്വീകരിക്കാനാവാത്ത നിർഭാഗ്യവാന്മാരെക്കുറിച്ചോർത്ത് എന്നെങ്കിലും ഒരു സങ്കടം ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ആ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ആ ഈശോയുടെ സാന്നിധ്യം, ആ സാന്നിധ്യം നാവിലലിയുന്ന ഒന്നായിട്ട് നമ്മളോട് ചേരുന്നതിൻ്റെ അനുഭവം സ്വന്തമാക്കാത്ത, അത് തിരിച്ചറിയാത്ത ഒത്തിരി മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. അവരെ ഓർത്തൊരു സങ്കടം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു കോലാഹലങ്ങളും എന്നെ ബാധിക്കുന്നില്ല. ഒരിക്കൽ 10 വർഷത്തോളം അൾത്താര ശുശ്രൂഷയായിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാനിപ്പോൾ ദേവാലയത്തിൽ പോകാറില്ല. അതിൻ്റെ കാരണം വിശുദ്ധ കുർബാന ബോറടിയാണ്. അതുകൊണ്ട് യുവത്വത്തിൻ്റെ ആ ഒരു സമയത്ത് യുവത്വത്തിൻ്റെ ചില പ്രലോഭനങ്ങളിലൊക്കെ ഉൾപ്പെട്ട് പതുക്കെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് അകന്ന് നടക്കുന്ന ആ ഒരു സുഹൃത്തിനെ വലിയ സങ്കടത്തോടെയാണ് ഞാൻ പിന്നീട് കാണുന്നത്. അത്തരമൊരു അനുഭവം ഒരു പ്രാർത്ഥനയുടെ സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി, 10 വർഷം ഒരു ബലിപീഠത്തോട് ചേർന്ന് നിന്നിട്ട് ആ ബലിപീഠത്തിൽ ദിവ്യകാരുണ്യ ഈശോ ജീവൻ്റെ അപ്പമായവൻ കീറിമുറിക്കപ്പെടുന്നു. കാസയിൽ അവൻ്റെ ചങ്കിലെ ചോര ഉയർത്തി പുരോഹിതൻ വാഴ്ത്തുന്നു. ഇത്തരം ബലിപീഠത്തോട് ചേർന്ന് നിന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ഈ സ്നേഹിതനെ ദിവ്യകാരുണ്യ ഈശോ ഒന്ന് തൊടാതെ പോയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബലിപീഠത്തോട് തൊട്ട് നിന്നിട്ടും വിശുദ്ധ കുർബാനയിലെ ഈശോയെ ഒന്ന് തൊടാൻ അവന് കഴിയാതെ പോയത്? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ ഈശോ ഒരു അനുഭവമായിട്ട് മാറുമ്പോൾ ബാക്കി എല്ലാ നൊമ്പരങ്ങളുടെയും സങ്കടങ്ങളുടെയും തനിച്ചാകലിൻ്റെയും ഒക്കെ ഇടയിൽ ആ കർത്താവ് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു ധ്യാനകേന്ദ്രത്തിലും ഒരു ധ്യാനഗുരുവിനും പറഞ്ഞു തരാനാവാത്ത ഒരുപാട് പാഠങ്ങൾ
ഒരുപാട് പാഠങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആത്മീയ സത്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞതും പഠിച്ചെടുത്തതും പലപ്പോഴും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലാണ്. ഈ അടുത്ത നാളുകളിൽ ദേവാലയത്തിൽ തനിച്ചിരിക്കുമ്പോൾ ഇത്തിരി സമയം ഇരുന്ന് എഴുന്നേറ്റ് പോരാൻ നേരത്ത് കർത്താവ് ചോദിക്കുന്നു, ഇത്തിരി നേരം കൂടെ ചെലവഴിച്ചുകൂടെ? അങ്ങനെ വെറും അരമണിക്കൂർ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് എഴുന്നേറ്റ് പോരാൻ പോന്ന ഞാൻ അവിടെ ഇരുന്നു. അത് 1 മണിക്കൂർ, അത് 2 മണിക്കൂർ, 2.5 മണിക്കൂറിനടുത്ത് തുടർച്ചയായ സമയം ചെലവിട്ടു. വിശുദ്ധ പാദ്രേ പിയോ പറയും, ഈ ലോകത്തിലെ സർവ്വസുഖങ്ങളിലും മുഴുകി 1000 വർഷം ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് വലുത് 1 മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുന്നതാണ്. മഹാവിശുദ്ധരാണ് അവർ. അതിൻ്റെയൊന്നും അടുത്തെത്താനാവില്ലെങ്കിൽ പോലും തുടർച്ചയായി 2.5 മണിക്കൂർ ദിവ്യകാരുണ്യത്തിന് മുമ്പിലൊക്കെ ഇരിക്കാൻ ജീവിതത്തിൻ്റെ വലിയ വെല്ലുവിളികളുള്ള സമയത്തും ഈശോ അനുവദിക്കുന്നു എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ലഭിച്ച അഭിഷേകത്താൽ യുവജനങ്ങളുടെ ഇടയിൽ ധ്യാന ശുശ്രൂഷകളുമായി കടന്നു ചെല്ലുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ദിവ്യകാരുണ്യ ഈശോ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങളിൽ വലിയ സൗഖ്യം അനേകർക്ക് പകരുന്നത് പ്രത്യേകിച്ച് യുവജന ധ്യാന ശുശ്രൂഷകളുമായിട്ട് നടക്കുന്ന പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ കാണാറുണ്ട്. ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് സങ്കടങ്ങളുമായി കടന്നു വരുന്ന ചെറുപ്പക്കാർ, ഒരുപക്ഷെ അവരത് ആരോടും പറയില്ല. ഒരിക്കൽ ഒരു സഹോദരി ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില വേദനകളും സങ്കടങ്ങളും ആരോടും പറയാനാവാത്തത് പങ്കുവച്ചു. ഒരു കൊച്ചു പെൺകുട്ടിയാണ്. തുടർന്ന് ആന്തരിക സൗഖ്യ ആരാധനയുടെ സമയങ്ങളിൽ ഏങ്ങി കരഞ്ഞുകൊണ്ട് അവൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ സുഖപ്പെട്ടു. ആ ധ്യാനത്തിന് ശേഷം അവൾ പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ്, ഞാൻ ഈ ലോകത്ത് ഏകദേശം 6500ഓളം ദിവസം ജീവിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം ഇന്നാണ്. ഈശോ എന്നെ സുഖപ്പെടുത്തിയ ദിവസം. നമ്മെ സ്നേഹിക്കുന്ന നല്ല ഈശോ അൾത്താരയിൽ നമ്മെ കാത്തിരിക്കുന്ന അനുഭവം നമുക്കും സ്വന്തമാകേണ്ടതുണ്ട്. നമ്മെ സൗഖ്യപ്പെടുത്താൻ നമുക്കായി മുറിയപ്പെട്ട ഗോതമ്പപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന നാഥനെ നാം ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ഒറ്റപ്പെടലിനും എല്ലാ ഏകാന്തതയ്ക്കുമൊക്കെ അപ്പുറത്ത് വലിയ സാന്ത്വനം നമ്മളെ കാത്തിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു മഠത്തിൽ ചെന്ന സമയത്ത് അവിടെ മുറിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ ചിത്രം വെച്ചിട്ട് അതിന് താഴെ ഒരു വാചകം ഉണ്ടായിരുന്നു, ബ്രോക്കൺ ഫോർ യു. അവൻ മുറിക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവ്യകാരുണ്യ ആരാധനയും ഓരോ ദിവ്യബലിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹീസ് ബ്രോക്കൺ ഫോർ യു. അവൻ മുറിയപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്. ആ ഒരു ബോധ്യം ആവണം വളരെ പ്രശസ്തമായ ദിവ്യകാരുണ്യ ഗീതമെഴുതിയ ജോയ് ചെഞ്ചേരിലച്ഛൻ, സുഹൃത്തുകൂടെയാണ്. അച്ഛൻ എഴുതി, ഒരു ചെറുകാറ്റിൽ പറക്കാൻ പോന്നൊരു ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റുകൾക്കുത്തരം നൽകിയവൻ ഉണ്ട്. ശരിയാണ്, നമ്മുടെ എല്ലാം ജീവിതത്തിലെ പല കൊടുങ്കാറ്റുകൾക്കും ഉത്തരമില്ലാതെ നമ്മൾ അലയുമ്പോൾ അതിനുത്തരം തരാൻ കഴിയുന്ന ഒരാൾ ദിവ്യകാരുണ്യ ഈശോയിലുണ്ട്. ഒരിക്കൽ ഒരു റോക്ക് ഗായകൻ ഇങ്ങനെ പാടിയ വരികൾ കേട്ടിട്ടുണ്ട്, അവേഴ്സ് ഇസ് എ വൂണ്ടഡ് വേൾഡ്, വി നീഡ് എ ഹീലിംഗ് ടച്ച്. ഞങ്ങളുടേത് മുറിവേറ്റ ഒരു ലോകമാണ്, ഞങ്ങൾക്ക് സൗഖ്യമാക്കുന്ന ഒരു കരസ്പർശം ആവശ്യമുണ്ട്. ശരിയാണ്, ഒരുപാട് മുറിവുകളും ഹൃദയ വ്യതകളും ഉള്ളിൽ പേറുന്ന ഒരു ലോകത്താണ് നമ്മൾ. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ ആണ് ആ മുറിവുകളെയെല്ലാം സുഖപ്പെടുത്താൻ കഴിവുള്ളവൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ എത്ര കൂടുതൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നോ അത്ര കൂടുതൽ നമ്മൾ സൗഖ്യമറിയുന്നു. ആ ദിവ്യകാരുണ്യ ഈശോ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും വളരെ പ്രത്യേകമായി നമ്മുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ, സൗഖ്യമാക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.